കാശ്മീർ സീരീസിലെ എപ്പിസോഡ് നമ്പർ 2 സ്വാഗതം. ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് ഒരു ഡേ ട്രിപ്പ് പോയതിൻ്റെ ചെറിയ വ്ളോഗാണ് ഈ ഒരു വ്ളോഗ്. ശ്രീനഗറിൽ ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ ചില ആൾക്കാരെ പരിചയപ്പെട്ട് അവരുടെ കൂടെ ഷെയർഡ് ടാക്സിയിലാണ് ഞാൻ ഗുൽമർഗിലേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് ഗുൽമർഗ്. അങ്ങനെ ഗുൽമർഗിലേക്ക് പോകുന്ന വഴിയിൽ സൈഡിൽ ഒരു ധാബയിൽ നിന്നാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ റോഡ്. അങ്ങനെ ഞങ്ങൾ ഗുൽമർഗിലെത്തി. അടുത്ത പരിപാടി ഗൊണ്ടോള റൈഡായിരുന്നു. അപ്പോൾ അതിന് ടിക്കറ്റ്സൊക്കെ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങൾ ആരും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് കിട്ടാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് പോയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ ലോക്കൽ ഗൈഡായിട്ട് സംസാരിച്ച് ഓൺലൈനിൽ ഗൊണ്ടോള റൈഡിൻ്റെ ടിക്കറ്റ് കിട്ടുന്ന അതേ റേറ്റിൽ തന്നെ ഓഫ്ലൈനിൽ എടുത്തു തരാമെന്ന് പറഞ്ഞ് പുള്ളി നമുക്കെല്ലാം സെറ്റാക്കി തന്നു. ഇതായിരുന്നു അവിടുത്തെ തിരക്ക്. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് വരെ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. പിന്നെ ഈ ഗൊണ്ടോള റൈഡിൽ 2 ഫേസാണുള്ളത്, ഫേസ് 1 ആൻഡ് ഫേസ് 2. അപ്പോൾ ഫേസ് 1 വരെ പോകാൻ നമുക്ക് ആവുന്നത് 800 റുപ്പീസാണ് പെർ പേഴ്സൺ. ഫേസ് 2 വരെ പോകണമെങ്കിൽ അവിടുന്ന് അഡീഷണൽ ഒരു 1000 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ 1800. ഫുഡും ആക്ടിവിറ്റീസും എല്ലാം ഉള്ളത് ഫേസ് 1 മാത്രമാണ്. ഫേസ് 2 എന്ന് പറയുമ്പോൾ ഒരു പീക്ക് മാത്രമാണ്. അതുകൊണ്ട് ഫേസ് 2 വർത്തല്ല എന്ന് തോന്നിയത് കാരണം ഞങ്ങളാരും ഫേസ് 2 പോയില്ല. പിന്നെ അവിടെ ട്രക്കിംഗ് ചെയ്ത് പോകുന്നവരും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പോവാം. പക്ഷെ അത് ഒട്ടും എളുപ്പമല്ല. അങ്ങനെ ഫേസ് 1 ഞാൻ മാഗിയും മോമോസും ട്രൈ ചെയ്യാൻ പോയി. അവരാണെങ്കിൽ ആക്ടിവിറ്റീസിനും ഫോട്ടോ സെഷനും ഒക്കെ വേണ്ടി അവരുടെ വഴിക്കും പോയി. ഞാൻ അവിടെ നിന്ന് മാഗി വാങ്ങി കഴിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ വായ വയ്ക്കാൻ കൊള്ളില്ല. ഉപ്പുമില്ല, എരിവുമില്ല, ഒരു ഫ്ലേവറും ഇല്ല. ആ ഒരു സങ്കടം തീർക്കാൻ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് നോക്കി. അതാണെങ്കിൽ അതിലും തല്ലിപ്പൊളി, വെറും ഒരു ചൂടുവെള്ളം. പിന്നെ ഇനി എങ്ങാനും അവിടുത്തെ മോമോസ് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി മോമോസും വാങ്ങി കഴിച്ചു നോക്കി. അത് പിന്നെയും വേണമെങ്കിൽ ഒരു ആവറേജ് എന്ന് വിളിക്കാം. പിന്നെ ഇവിടെയൊക്കെ പേയ്മെൻറ്റ് നടത്താൻ അവരുടെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടാണ് പേയ്മെൻറ്റൊക്കെ നടത്തിയത്. കാരണം മൊബൈൽ ഡാറ്റ വർക്ക് ചെയ്യില്ല, റേഞ്ച് ഇല്ലാത്തത് കാരണം. പിന്നെ അവിടെയൊക്കെ കറങ്ങി കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു. ഈ കാണുന്ന സ്നോ ജെറ്റ് സ്കീയിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാൻ ഒരു ഡ്രൈവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിലിരുന്ന് പോകണം. അങ്ങനെ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി 2200 രൂപയാണ് റേറ്റ്. ഈ റേറ്റ് കൊടുത്താലും നമുക്ക് ഓടിക്കാൻ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ആക്ടിവിറ്റി ഒന്നും ചെയ്തില്ല. ഇവിടെയൊക്കെ ആക്ച്വലി ഭയങ്കര വെയിലാണ്. അപ്പോൾ സൺസ്ക്രീൻ എല്ലാം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇവിടെ ഇതേപോലെ വേറെയും പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലെ മെയിൻ ആക്ടിവിറ്റീസാണ് സ്കീയിങ്ങും സ്ലെഡ്ജിങ്ങും. ഇതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് ബാർഗെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു സമാധാനപരമായ ഏരിയ ആയിരുന്നു. ഈ ഫേസ് 1 ശരിക്കുള്ള പേര് കോങ്ഡോറി എന്നാണ്. 3050 മീറ്റേഴ്സ് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഫേസ് 1 നിന്ന് തിരിച്ച് താഴേക്ക് പോകുന്ന ഗൊണ്ടോള റൈഡിൽ കയറി. അവിടെ നിന്നുള്ള ഈ വ്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് 2 പോയാൽ കാണാൻ പറ്റുന്ന പീക്ക്. ഗുൽമർഗിലെ മെയിൻ സംഭവം സ്കീയിങ് ആണ്. അപ്പോൾ സ്കീയിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ ഫേസ് 2 പോയിട്ട് അവിടെ നിന്ന് താഴേക്കാണ് സ്കീയിങ് ചെയ്യുക. അതിനുവേണ്ടി ഓപ്പൺ ആയിട്ടുള്ള ഗൊണ്ടോള റൈഡ് പോലെയുള്ള വേറെ ഒരു സെറ്റപ്പ് ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫേസ് 1 നിന്ന് താഴെ എത്തിയിട്ട് അവിടെ ഉള്ള ഒരു കഫേയിൽ നിന്ന് കോഫി കുടിച്ച് ഞാൻ ടാക്സിയുടെ അടുത്തേക്ക് നടന്നു. സമയം ഏകദേശം 5 മണി കഴിഞ്ഞിരുന്നു വൈകുന്നേരം.
നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് തലയിലാത്ത തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗുൽമർഗിൽ നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹട്ടുകളുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏകദേശം സൺസെറ്റിൻ്റെ ടൈമായപ്പോൾ ആകാശമൊക്കെ നല്ല ഗോൾഡൻ കളറായി തുടങ്ങി. അങ്ങനെ ടാക്സിയിൽ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർ എത്തിയതും നമ്മൾ നേരെ ശ്രീനഗറിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ചെറിയ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.